അപ്പോൾ ഞാൻ രാജ്യം ഉപേക്ഷിക്കുന്നു, ഞാൻ വിവാഹവും ഉപേക്ഷിക്കുന്നു എന്ന് 2 ശപഥം ഗംഗാദത്തൻ ചെയ്തപ്പോൾ, എന്തിനു വേണ്ടി? സത്യവതിയെ തൻ്റെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി മകനായ ഗംഗാദത്തൻ ഇങ്ങനെ ശപഥം ചെയ്തപ്പോൾ ഇവൻ ഭീഷ്മൻ തന്നെ എന്ന ആകാശത്തു നിന്ന് ഒരു ശബ്ദം കിട്ടും. അശരീരി ഉണ്ടായി, പുഷ്പവൃഷ്ടിയും ഉണ്ടായി. അപ്പോൾ നമ്മുടെ മുക്കുവ രാജാവിന് സന്തോഷമായി. അങ്ങ് കന്യകയെ കൊണ്ടുപോക്കോളൂ, സത്യവതിയെ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഭീഷ്മരാണ്, ഗംഗാദത്തൻ മാറി ഭീഷ്മരായി. പിന്നെ ഭീഷ്മർ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അമ്മേ തേരിൽ കയറുക, നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത്. കാരണം അച്ഛൻ്റെ ഭാര്യയാണ് പിന്നെ സത്യവതി. അമ്മേ തേരിൽ കയറുക, നമ്മൾക്ക് ഗൃഹത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സത്യവതിയെ നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അച്ഛാ ദാ സത്യവതി അമ്മ എന്ന് പറഞ്ഞ അച്ഛന്. ഇത് കേട്ടപ്പോൾ ശന്തനുവിന് ആകെ അങ്ങോട്ട്, ശന്തനു പറഞ്ഞു, മകനെ നീ ചെയ്തത് വലിയ ഒരു കാര്യമാണ്, അതുകൊണ്ട് നീ സ്വച്ഛന്ത മൃത്യുവായി ഭവിക്കട്ടെ. നീ ഇച്ഛിക്കുമ്പോഴേ മൃത്യുവിന് നിന്നെ തൊടാൻ പറ്റുള്ളൂ, നീ ഇച്ഛിക്കുമ്പോഴേ നീ മരിക്കുള്ളൂ, നീ സ്വച്ഛന്ത മൃത്യു ആവട്ടെ എന്നൊരു വരം ശന്തനു ഈ ഭീഷ്മന് കൊടുത്തു. കന്യകയെ കണ്ടപ്പോൾ ശന്തനുവിൻ്റെ ആകെ അങ്ങോട്ട്, ശന്തനുവിന് വളരെ സന്തോഷമായി, ഹൃദയം അങ്ങോട്ട് പൂത്തുലഞ്ഞു. എന്നിട്ട് പാട്ടായി, എന്തെന്ന്? പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിഞ്ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ചന്ദനുവിൻ്റെ ആശാലതികൾ അങ്ങോട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി. ഇത് റെസ്റ്റ് ഹൗസ് സിനിമയിൽ, അതെ, ശ്രീകുമാരൻ നമ്പി സാർ എഴുതി, MK അർജുനൻ മാഷ് ഈണം ചെയ്ത്, അതുപോലെ ദാസേട്ടൻ പാടിയ പാട്ടിൽ ഇതങ്ങോട്ട് പാടിയോടുകൂടി ഈ ശന്തനുവിന് സത്യവതിയെ കണ്ടതോടുകൂടി ഈ പാട്ടിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആശാലതകൾ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ ഫലമായിട്ട് 2 പുഞ്ചിരി ഉണ്ടായി, 2 മക്കളുണ്ടായി ശന്തനുവിന് സത്യവതിയിൽ. ഒരാളുടെ പേര് ചിത്രാംഗതൻ, മറ്റേയാളുടെ പേര് വിചിത്രവീര്യൻ. ചിത്രാംഗതൻ പ്രായപൂർത്തിയായി, വിചിത്രവീര്യൻ ബാലനായിരിക്കും, 2ാമത്തെ മകൻ. വിചിത്രവീര്യൻ ജനിച്ച അധികം കഴിയും മുമ്പ് ശന്തനു മരിച്ചു. അപ്പോൾ പിന്നെ രാജ്യം ഭരിക്കണ്ടേ? ശന്തനു മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മൂത്ത മകൻ ചിത്രാംഗതൻ രാജാവായി. കാരണം ഭീഷ്മന് രാജ്യം വേണ്ട, ചിത്രാംഗതൻ രാജാവായി. ചിത്രാംഗതൻ മഹാപരാക്രമിയായിട്ടൊരു രാജാവായിരുന്നു. അദ്ദേഹം പല രാജ്യങ്ങളും കീഴടക്കി, പല രാജ്യങ്ങളും ജയിച്ചു. അദ്ദേഹത്തിന് തുല്യനായിട്ട് ഒരു വിക്രമം ഉള്ള ഒരു രാജാവ് ആ പ്രദേശത്തില്ല, അന്നത്തെ കാലത്തില്ല എന്ന് വളരെ ഖ്യാതി നേടി. പക്ഷെ പിന്നെയാണ് പ്രശ്നം തുടങ്ങണേ. എന്താ വെച്ചാൽ ചിത്രാംഗതൻ എന്ന പേരിൽ ഒരു ഗന്ധർവുണ്ട്. ചിത്രാംഗതൻ എന്ന പേരിൽ ശന്തനുവിന് സത്യവതിയിലുണ്ടായ ആദ്യത്തെ മകൻ. ചിത്രാംഗതൻ എന്ന പേരിൽ ഒരു ഗന്ധർവുണ്ട്. ആ ഗന്ധർവൻ വന്നു, ആഹാ എൻ്റെ പേരിൽ വേറൊരാളോ? അത് പറ്റില്ല, നമ്മൾ ഒരാൾ മതി, നമുക്ക് യുദ്ധം ചെയ്യാം, ജയിക്കണവൻ ജീവിച്ചാൽ മതി, മറ്റേ ചിത്രാംഗതൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഈ ഗന്ധർവൻ എന്ന ചിത്രാംഗതൻ ശന്തനുവിൻ്റെ മകൻ ചിത്രാംഗതനെ പോരിന് വിളിച്ചു. അവർ തമ്മിൽ ഗംഭീര യുദ്ധം കുരുക്ഷേത്രത്തിൽ. 3 കൊല്ലം അത്ര യുദ്ധം നടന്നേ. അതെ, 3 കൊല്ലം ഗംഭീര യുദ്ധം കൂടെ നടന്നു 2 ചിത്രാംഗതന്മാർ തമ്മിൽ. ഈ ശന്തനുവിൻ്റെ മകൻ ചിത്രാംഗതൻ മഹാവീരനാണ്, പരാക്രമിയാണ്, ഉഗ്രപരാക്രമിനൊക്കെ ശരിയാ. പക്ഷെ മറ്റേ ചിത്രാംഗതൻ ഗന്ധർവൻ്റെ മായാവിദ്യയ്ക്ക് മുമ്പിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു. ശന്തനുവിൻ്റെ മകൻ ചിത്രാംഗതനെ ഗന്ധർവൻ ചിത്രാംഗതൻ യുദ്ധത്തിൽ കൊന്നു. ശന്തനുവിന് സത്യവതിയിലുണ്ടായ ആദ്യത്തെ മകൻ മരിച്ചു, യുദ്ധത്തിൽ വീരമൃത്യു. എന്ത് മൃത്യുവായാലും ശരി, ആൾ മരിച്ചു. പിന്നെ 2ാമതൊരു മകനുണ്ട്, വിചിത്രവീര്യൻ. അദ്ദേഹത്തിന് അങ്ങനെ പ്രായപൂർത്തിയായി വരുന്നേ ഉള്ളൂ, ടീനേജാ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ രാജാവാക്കിയിട്ട് ഭീഷ്മൻ രാജാവാവില്ല, ഭീഷ്മൻ അവിടെ ഉണ്ട്, ഭീഷ്മനാവില്ല. സത്യവതിയുടെ ഉപദേശപ്രകാരം ഭീഷ്മര് രാജ്യം ഭരിച്ചു. രാജാവ് മറ്റേ വിചിത്രവീര്യൻ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യന് രാജ്യം കൊടുക്കാവുന്ന സമയമായി. അദ്ദേഹം രാജാവായി. അദ്ദേഹത്തിന് വിവാഹം വേണ്ടേ? അപ്പോൾ ഒരാളേ ഉള്ളൂ, ശന്തനുവിൻ്റെ 2 മക്കളിൽ ചിത്രാംഗതൻ മരിച്ചു, വിചിത്രവീര്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ ദാശരാജാവിന് ശന്തനു കൊടുത്ത വാക്ക് പാലിച്ചു. ആദ്യം ചിത്രാംഗതൻ രാജാവാക്കി, ശന്തനുവിൻ്റെ മകനെ സത്യവതിയിലുണ്ടായ അയാൾ മരിച്ചു, വിചിത്രവീര്യനെ രാജാവാക്കി. വിചിത്രവീര്യന് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാൻ എന്താ വേണ്ടേ?
എന്നാലോചിച്ച് നിൽക്കുമ്പോൾ കാശി രാജാവിൻ്റെ 3 മക്കളുണ്ട്. അംബ, അംബിക, അംബാലിക. ഈ കാശി രാജാവിൻ്റെ 3 മക്കൾക്കും ഒരേ ഡേറ്റിൽ ഒരുമിച്ച് സ്വയംവരം നിശ്ചയിച്ച വിവരം ഭീഷ്മർ കേട്ടു. ഭീഷ്മർ അമ്മയോട് പറഞ്ഞു, സത്യവതിയോട്. പിന്നെ അമ്മയാണ് സത്യവതി, അമ്മേ ഞാൻ ഈ കാശി രാജാവിൻ്റെ 3 മക്കളെയും മറ്റേ ഒരു വിചിത്രവീരന് വേണ്ടി കൊണ്ടുവരാം എന്നുണ്ട്. ഭീഷ്മർ ഒറ്റ തേരിൽ കയറി, നേരെ ഭീഷ്മർ മാത്രം ഒറ്റ തേരിൽ കയറി കാശി രാജാവിൻ്റെ രാജധാനിയിലേക്ക് പോയി. അപ്പോൾ അവിടെ സ്വയംവരത്തിനുള്ള അനവധി രാജാക്കന്മാർ വന്ന് കൂടിയിട്ടുണ്ട്. സ്വയംവരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രാജാക്കന്മാരുടെ മുമ്പിൽ ഈ കന്യക മാലയും കൊണ്ടുവരും. തോഴി രാജാവിൻ്റെ വിവരങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കും. കന്യക അയാളുടെ കഴുത്തിൽ ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിൽ മാലയിടും. അപ്പോൾ ഭീഷ്മർ സ്വയംവരത്തിന് ചെന്ന് രാജാക്കന്മാരൊക്കെ തന്നെ വരിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് അഴകിയ രാവണന്മാരായിട്ട് വേഷം കെട്ടിയിരിക്കുന്നുണ്ട് ഈ 3 കന്യകമാരെ കല്യാണം കഴിക്കാനേ. അപ്പോൾ ഭീഷ്മർ തലക്കെ നരച്ച് വയസ്സന കുറച്ച് ദൂരം മാറിയിരുന്ന ഭീഷ്മരെ നോക്കിയിട്ട് രാജാക്കന്മാർ, ഇയാൾ എന്ത് പറയങ്ങനെ ജെറിയാട്രിക്സ് ഇയാൾ പഠിച്ചിട്ടില്ലേ, ഇയാൾക്ക് വയസ്സെത്രയായി? 10 വയസ്സായില്ല, തലക്കെ നരച്ചിരിക്കുന്നുണ്ട്. ഇയാൾ വലിയ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത്ര, ഞാൻ ബ്രഹ്മചാരിയാണ്. കള്ളാൻ, അത് സത്യപ്രതിജ്ഞ അല്ല, മിഥ്യാപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയുടെ വിപരീതമാണ് മിഥ്യാപ്രതിജ്ഞ. നമ്മുടെ നാട്ടിൽ സത്യപ്രതിജ്ഞ ഇപ്പോൾ ധാരാളം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക, MLA ഒക്കെ സത്യപ്രതിജ്ഞയുണ്ട്. അപ്പോൾ സത്യം നാസ്തി, സത്യപ്രതിജ്ഞ ജാസ്തി. അതെ, സത്യമില്ല, സത്യപ്രതിജ്ഞയുള്ളൂ. സത്യം നാസ്തി, സത്യപ്രതിജ്ഞ ജാസ്തി. ഭീഷ്മൻ അവൻ്റെ മിഥ്യാപ്രതിജ്ഞ. ഇവൻ എന്തിനാവും സ്വയംവരത്തിന് വന്നേക്കണേ, അയ്യോ എന്നൊക്കെ പറഞ്ഞ ഭീഷ്മരെ അപഹസിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം അവിടെ എന്നിട്ട് ഈ 3 കന്യകമാരെയും അംബ, അംബിക, അംബാലിക ബലമായിട്ട് പിടിച്ച് തേരിൽ കയറ്റി. അതെ, കന്യകമാരെ വീര്യം കൊണ്ട് ഞാൻ കൊണ്ടുപോവുക, ബലം കൊണ്ട്. എന്നോട് എതിർക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വാടാ, ഇത് ശാസ്ത്രവിധി പ്രകാരമുള്ള വിവാഹമാണ്, വാടാ എന്ന് പറഞ്ഞ് സർവ്വരാജാക്കന്മാരും അരേന്തലയും വെറ്റിലെ മുറുക്കി പലയാറ വല്ലതും ഉണ്ടെങ്കിൽ അത് മുറുക്കി, വില്ല് മുറുക്കി, പരിച മുറുക്കി, ആയുധങ്ങളൊക്കെ മുറുക്കി, ചട്ടം മുറുക്കി, പടച്ചട്ട ഇട്ടു. ഗംഭീര യുദ്ധം ഭീഷ്മരായിട്ട്. ഭീഷ്മർ ഇവരെ മുഴുവൻ ഒറ്റയ്ക്ക് തോൽപ്പിച്ചു, ഓടിച്ചു. അപ്പോൾ വേറൊരു രാജാവുണ്ട് വരുന്നു, നിൽക്കേ വയസ്സായിട്ട് പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുക. ആ രാജാവിൻ്റെ പേരാണ് ശാൽവൻ. അയാളും ഭീഷ്മരായിട്ട് ഗംഭീര യുദ്ധം നടന്നു. പക്ഷെ അവസാനം ഭീഷ്മർ അയാളെ ഓടിച്ചു. അയാളും തോറ്റ, അയ്യോ ഇയാളെ കൊണ്ട് മുട്ടാൻ എനിക്ക് പോയി, അവിടെ അയാൾ ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ ഈ 3 കന്യകമാരെയും ബലമായിട്ട് തേരിൽ കയറ്റി ഭീഷ്മർ നേരെ കൊട്ടാരത്തിൽ വന്നു. അവിടെ കൊണ്ടുവന്നു സത്യവതിയോട് പറഞ്ഞു, അമ്മേ ഇതാ 3 ആൾ. ഇപ്പോൾ കന്യകമാരെ കൊണ്ടുവന്നു. ഇനി വിധിപ്രകാരം അവരുടെ വിവാഹം നടത്തണം, അതിന് വേറെ കർമ്മങ്ങളുണ്ട്, അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് നടത്താമെന്ന് വെച്ചാൽ ആലോചിച്ചിരിക്കുമ്പോൾ അംബ, അപ്പോൾ 3 മക്കളാണല്ലോ കാശി രാജാവിന്, അംബ, അംബിക, അംബാലിക. ഈ അംബ ഭീഷ്മരോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്. എന്താ? അവസാനം ആ ശാല്വ രാജാവായിട്ടൊരു യുദ്ധം ഉണ്ടായില്ലേ, ശാല്വൻ അദ്ദേഹത്തെയാണ് എനിക്കിഷ്ടം. ഞാൻ അദ്ദേഹത്തെ മനസ്സാ വരിച്ചു. സ്വയംവരം നടന്നിരുന്നു എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് വരണമാല്യം ഇടുക. അതിനു മുമ്പ് അങ്ങ് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നു. എനിക്ക് ശാല്വൻ്റെ അടുത്ത് പോകണം, അദ്ദേഹത്തെ ഞാൻ മനസ്സാ വരിച്ചു. പുലിവലായി, ആ സ്ത്രീയുടെ ഇഷ്ടമില്ലാണ്ട്. അപ്പോൾ ഭീഷ്മർ ധർമ്മജ്ഞന്മാരെ ആളുകളൊക്കെ വിളിച്ചു, അവിടുത്തെ ഋഷിമാർ, പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സ്മൃതി അറിയുന്ന ആളുകൾ. എന്താ വേണ്ടേ? സംശയിക്കാനൊന്നുമില്ല, അമ്പേ സാൽവൻ്റെ കൂടെ പറഞ്ഞയച്ചോളൂ. ശരി അമ്പേ, നീ സാൽവൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞാൽ അമ്പേ പറഞ്ഞയച്ചു. പിന്നെ 2 മക്കളുണ്ട് കാശി രാജാവിൻ്റെ, അംബിക, അംബാലിക. അവരെ 2 പേരെയും വിചിത്രവീര്യന് വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തു. വിചിത്രവീര്യൻ അവരുടെ കൂടെ ഹണിമൂൺ ആരംഭിച്ചു. 7 കൊല്ലമാണ് ആ ഹണിമൂൺ. അതെ, 7 കൊല്ലം ഹണിമൂൺ നടത്തി സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, അംബികയും അംബാലികയും മഹാസുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിന് ക്ഷയരോഗം പിടിച്ചു. അമിതമായ ലൈംഗിക വേഴ്ച നടത്തി ക്ഷയരോഗം പിടിച്ച് രാജയക്ഷ്മാവ് എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞത്. രാജയക്ഷ്മാവ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം പിടിച്ച് പല വൈദ്യന്മാരും ചികിത്സിച്ചു, ഒരു ഫലം ഉണ്ടായില്ല. ക്ഷയരോഗം പിടിച്ച്, അമിത ഭോഗം കൊണ്ട് ക്ഷയരോഗം പിടിച്ച് വിചിത്രവീര്യൻ മരിച്ചു, സിദ്ധി കൂടി.